ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും നല്ലൊരു ഫണ്ടഡ് അക്കൗണ്ട്സാണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ അപ്പെക്സ് ട്രേഡർ ഫണ്ടിങ് എന്ന് പറയുന്നത് നല്ല ഒരു ഫണ്ടഡ് ഫേമാണ്. ഇതൊരു ഫ്യൂച്ചേഴ്സിൻ്റെ ട്രേഡിംഗ് ഫേമാണ്. എനിക്ക് ഇപ്പോൾ ഈ ഒരു അക്കൗണ്ട് ഞാൻ കുറച്ച് പേ ഔട്ട് എടുത്തിരുന്നു. ആ അക്കൗണ്ട് എടുക്കാനായിട്ട് എനിക്ക് ആകെ ചിലവായ തുക എന്ന് പറയുന്നത് 3500 ഇന്ത്യൻ റുപ്പിയാണ് എനിക്ക് അവിടെ ചിലവായത്. ഞാൻ ആ ഒരു 3500 രൂപ പർച്ചേസ് ചെയ്തിൽ നിന്നും ഏകദേശം പേ ഔട്ട് ഈ പറയുന്ന കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അതിൻ്റെ ഇതിലേക്ക് നമ്മൾ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ ഏപ്രിൽ 4 ഫസ്റ്റ് പേയ്മെൻറ്റ് വന്നു 1990. 8 ദിവസം നമുക്ക് 8 ഡേയ്സിനുള്ളിൽ നമുക്ക് പേ ഔട്ട് എടുക്കാം. നെക്സ്റ്റ് പേ ഔട്ട് $2000, അതിനുശേഷം 23rd. ഇപ്പോൾ പുതിയ പേ ഔട്ട് നമുക്ക് അപ്രൂവൽ ആയിട്ടുള്ളൂ. എനിക്കൊരു 23rd വരും എന്ന് പറയുന്നു. നമുക്ക് അപ്രൂവൽ ആയി, അപ്പെക്സിൽ നമുക്ക് അപ്രൂവൽ ആയി. ഇനി പേയ്മെൻറ്റ് ഇതിൽ നിന്ന് വരാനായിട്ട് എനിക്ക് 23 എൻ്റെ ബാങ്കിൽ ക്രെഡിറ്റ് ആവുള്ളൂ. ആ ഒരു സമയത്ത് നമുക്ക് പെയ്ഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൂടി കാണിക്കും. അത് പെയ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിച്ച് 15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. നമുക്ക് INR ആയിട്ടാണ് നമുക്ക് ക്രെഡിറ്റ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. ഇനി എന്താവും എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറയുന്ന ഫ്യൂച്ചേഴ്സ് ഫേം ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് ഇത് നമുക്ക് എൻ്റെ ഒരു അക്കൗണ്ട് അടിച്ചു പോയിരുന്നു. ചെറിയ ട്രേഡിങ്ങിൽ കുറച്ച് ലോട്ട് സൈസ് ഒക്കെ ഹോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല രീതിയിൽ ട്രേഡിങ് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു ഒരു അത്യാവശ്യം നല്ല പേ ഔട്ട് എടുക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ഇതിൽ നമുക്ക് കോപ്പി ട്രേഡ് ചെയ്യാനും പറ്റും. ഒരു 10-20 അക്കൗണ്ട് വരെ കോപ്പി ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒട്ടുമിക്ക പുറത്തുള്ള US ബേസ്ഡുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു $500 ഒക്കെ വെച്ചിട്ട് 10 അക്കൗണ്ടിൽ ഓരോ 500 വെച്ചിട്ട് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇവർ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്ലാറ്റ്ഫോം നമുക്ക് ട്രേഡവോട്ട് ഉണ്ട്, അതേപോലെ റിതമിക് വഴി നിഞ്ചയിലേക്കും കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ട്രേഡവോട്ടാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ വെൽത്ത് ചാർട്ട് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഇതും കൂടി അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾ ട്രേഡവോട്ട് ട്രൈ ചെയ്തിട്ട് എന്താ പറയുക ട്രേഡിംഗ് വ്യൂവിലേക്ക് ആക്സസ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഉള്ളത്. നമുക്കിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. ഞാനിപ്പോൾ പേ ഔട്ട് വിഡ്രോവൽ എടുത്തേക്കുന്നതും എല്ലാം ഇവിടെ നല്ല പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെയാണ്. പേ ഔട്ട് അപ്രൂവ്ഡ് എടുത്തു, വീണ്ടും അപ്രൂവൽ കിട്ടി. ഇത് ലാസ്റ്റ് ഇന്നലെ ഞാൻ ഇന്നലെ കൊടുത്തു, അപ്രൂവൽ കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും 23 വരെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കൊരു 1 സ്റ്റെപ്പ് ചലഞ്ചായിട്ടേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ട്രേഡിങ്ങിൽ കുറേ ബുദ്ധിമുട്ട്, ഫണ്ടഡ് അക്കൗണ്ട്സ് ഒക്കെ എടുത്തിട്ട് കുറേ ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ക്രെഡിറ്റ് കാർഡ് വേണം മസ്റ്റായിട്ട്, എന്നാൽ മാത്രമേ നമുക്ക് ഇവർ ആക്സസ് കിട്ടുള്ളൂ. മന്ത്ലി നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവർക്ക് $125 പാസ്സായതിനു ശേഷം അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഒഴിവായി കിട്ടും. അപ്പോൾ നമുക്കൊരു $150 എക്സ്പെൻസ് വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. FTM ഒക്കെ കഴിഞ്ഞാൽ നല്ല രീതിയിൽ പേ ഔട്ട് കൊടുക്കുന്ന കമ്പനിയാണ്. FTM ഒക്കെ തൊട്ട് താഴെ തന്നെ അപ്പെക്സ് ഫണ്ടിങ് വരുന്നുണ്ട്. ഓക്കെ, ബൈ.